പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ള ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് കൃത്യമായി പറഞ്ഞു വെക്കുന്ന പാഠഭാഗങ്ങളാണ് കഴിഞ്ഞ ഖുതുബകളിലെല്ലാം പറഞ്ഞു വച്ചിട്ടുള്ളത്. മനുഷ്യനെന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തനാണ്. ചിന്തിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും മാന്യമായ കുടുംബജീവിതം നയിക്കുകയും സാമൂഹ്യ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. ഈ സാമൂഹ്യ ജീവിതത്തിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അവന്റെ ഹ്രസ്വമായ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ നിർവഹിക്കേണ്ടതെന്നും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു സാമൂഹ്യ പാഠം പറഞ്ഞു വെക്കുന്നിടത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച് അവസാനിച്ചു പോകാനുള്ളവരല്ല. നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ച് അവസാനിച്ചു പോകാനുള്ളവരല്ല. നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ച് അവസാനിച്ചു പോകാനുള്ളവരല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിരവധിയായ മനുഷ്യരെ ചില അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരസ്പരമുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വായിക്കുകയും കാണുകയും സങ്കടപ്പെടുകയും ചെയ്ത ഒരു വാർത്തയുണ്ട്. പ്രകൃതി ദുരന്തത്തിന്റെ അല്ലെങ്കിൽ പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ മനുഷ്യൻ തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകുന്നു. നമ്മളെല്ലാവരും വായിച്ചതാണ്. നമ്മളെല്ലാവരും പലപ്പോഴും കണ്ണു നിറഞ്ഞ് കണ്ടതാണ്. എന്റെ അച്ഛനെ ഞാൻ ഒരിക്കൽ കൂടി കാണട്ടെ എന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ വിലാപം. ആ ലൈഫ് ജാക്കറ്റ് ഊരി നൽകുമ്പോൾ മരണത്തിലേക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നു. പക്ഷേ തന്റെ ജാക്കറ്റ് ഊരി നൽകിയപ്പോൾ തന്റെ ജീവൻ തന്നെ, തന്റെ ലൈഫ് തന്നെയും ഊരി നൽകേണ്ടി വന്ന രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സഹോദരനെ നമ്മൾ വായിച്ചു. അതുല്യമായ ഇടപെടലുകൾ ചരിത്രത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടതും വായിച്ചതും കേട്ടതുമൊക്കെയായ ഇടപെടലുകൾ പോലെ. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇങ്ങനെയാണ്. തന്റെ വേദനയേക്കാൾ മറ്റൊരുത്തന്റെ വേദനയെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സ്, തന്റെ പ്രയാസങ്ങളെക്കാൾ മറ്റൊരുത്തന്റെ പ്രയാസത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിത കാഴ്ചപ്പാടുകൾ, തന്റെ വിശപ്പിനേക്കാൾ അപരന്റെ വിശപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന ബുദ്ധിപരമായ കഴിവ്, തന്റെ പ്രതിസന്ധികളെക്കാൾ മറ്റൊരുത്തന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണം എന്നുള്ള ആത്മീയമായ തിരിച്ചറിവ്, ഇത് മനുഷ്യന് മാത്രമുള്ള സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞു വെക്കുന്ന ഈ വർത്തമാനം, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. ഒന്നാമത്തെ പോയിന്റ് അവിടെയാണ്. പക്ഷെ ഈ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ 9 പോയിന്റുകൾ വീണ്ടും പറയുന്നുണ്ട്. 10 പോയിന്റാണ്. 10 കൂട്ടരെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തെ വർത്തമാനം, നിങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ആരാധനകൾ, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, അള്ളാഹുവിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കേണ്ടതില്ല. കാരണം അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. അവനാണ് നിങ്ങൾക്ക് അന്നവും വെള്ളവും വായുവും ജീവിത വിഭവങ്ങളും സംവിധാനിച്ചവൻ.
അവനാണ് നിങ്ങൾക്ക് ആരോഗ്യവും നിങ്ങളുടെ കുടുംബവും ഈ കാണാവുന്ന അനുഗ്രഹങ്ങളൊക്കെയും നൽകിയത് അവനാണ്. ആ അനുഗ്രഹദാതാവായ നിങ്ങളുടെ സൃഷ്ടാവിൽ നിങ്ങൾ മറ്റാരെയും പങ്കാളികളാക്കരുത് എന്ന ഒന്നാമത്തെ വർത്തമാനം. ആകാശത്തുള്ളവരോട് നിങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഭൂമിയിലേക്ക് വാ. ഭൂമിയിൽ നിങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് ചോദിച്ചാൽ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ ഇണകൾക്ക് ഗുണം ചെയ്യണം, നിങ്ങളുടെ മക്കൾക്ക് ഗുണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ എവിടെയും നമ്മോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഉണ്ട്. ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിക്കുകയില്ല എന്നല്ല. നമ്മുടെ ഇണകളോ മക്കളോ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. നമ്മുടെ ജീവിതകാലത്തുടനീളം നമ്മൾ തൊഴിലെടുക്കാൻ തുടങ്ങിയ, ശമ്പളം വാങ്ങാൻ തുടങ്ങിയ, വരുമാനം ലഭിക്കാൻ തുടങ്ങിയ കാലയളവ് മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഘട്ടം വരെയുള്ളതൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നമ്മുടെ വരുമാനത്തിന്റെ 80-85% നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാകുക നമ്മുടെ ഇണകൾക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞതുകൊണ്ടല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരം അങ്ങനെയാണ്. അവരുടെ അവകാശങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും നമ്മളോട് ചോദിക്കും. പക്ഷെ അവകാശം നമ്മൾ കൊടുത്തില്ലെങ്കിലും ചോദിക്കാതെ മാറി നിന്ന് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും, നമ്മുടെ മാതാപിതാക്കൾ. അവരെ വേണമെങ്കിൽ നമ്മളൊന്ന് സൈഡാക്കി നിർത്തും. അവരെ നമ്മൾ എത്ര മാറ്റി നിർത്തിയാലും വല്ലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിയിലും ഒരു തലോടലിലും ഒരു സാന്ത്വനപ്പെടുത്തുന്നതിലും അവർ സംതൃപ്തരാകും. അവരുടെ വിങ്ങുന്ന മനസ്സുമായിട്ട് മാറി നിൽക്കുക എന്നല്ലാതെ അവർ നമ്മളോട് കലഹിക്കാൻ വരില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോൾ ഒന്നാമത്തേത് നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. അവരെ അവഗണിച്ചുകൊണ്ടും അവരെ മാറ്റിവെച്ചുകൊണ്ടും നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടി നിങ്ങൾ ഓടി നടന്നാൽ നിങ്ങളുടെ വിയർപ്പ് തുള്ളികൾക്ക് കനമില്ല. നിങ്ങളുടെ ആ പ്രയത്നങ്ങളൊക്കെയും വൃഥാവിലായി പോവുകയാണ്. ആ വിഷയം അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒന്നാമത്തേത് അള്ളാഹുവിനാണെങ്കിൽ രണ്ടാമത്തേത് മാതാപിതാക്കൾക്കാണ്. മൂന്നാമത്തേത് നിങ്ങൾ വബിദിൽ ഖുർബ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിങ്ങൾ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടവരുണ്ട്. ശക്തമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതെല്ലാമോ മനുഷ്യരുടെ അടുക്കൽ നിന്നത് തങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഔദാര്യം കൈപ്പറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ടാകും. ചില ആളുകൾ പറയും അവരുടെ കുടുംബത്തിൽ വലിയ സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അത്യാവശ്യം കടം മേടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെറിയത് വീട്ടിലേക്ക് ഗ്യാസ് എടുക്കാൻ, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കെട്ടാൻ, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ, കടം വാങ്ങാൻ വേണ്ടിയിട്ട് പുറമെയുള്ള ഏതെങ്കിലും മനുഷ്യരോട് പോയി ചോദിക്കും. ഇവരുടെ കുടുംബത്തിൽ ഒരുപാട് സമ്പന്നരുണ്ടാവും. പക്ഷെ ഈ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ടാകും, കുടുംബക്കാരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചോദിക്കാതിരിക്കലാണ്. എന്താണ് ആ നിലപാടിലേക്ക് അവരെ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യന്റെ സകലമാന പ്രയാസങ്ങളും എന്ത് എന്ന് ആദ്യാവസാനം മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുണ്ട്. ആ ബന്ധുമിത്രാദികൾക്ക് ഒരു സമീപനം ഉണ്ടാകും, ഇയാളെന്നും ഇങ്ങനെയാണ്, ഇയാളെന്നും ഇങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്, ഇയാളെ സഹായിച്ച് മടുത്തു, ഇനി വേറെ ആരെങ്കിലും സഹായിക്കാം. പ്രിയമുള്ളവരെ, ആവശ്യങ്ങൾക്ക് പരിധി ഉണ്ടാകും, ആവശ്യങ്ങൾക്ക് പരിമിതി ഉണ്ടാകും, ചോദിക്കുന്നതിനും പരിമിതി ഉണ്ടാകും. പക്ഷെ നമ്മുടെ സഹായഹസ്തം എന്ന് പറയുന്നതുണ്ടല്ലോ, പരിമിതിയില്ലാത്തതാണ്. നമ്മുടെ സഹായം എന്നുള്ളത്, നമ്മുടെ പരിഗണന എന്ന് പറയുന്നത് അളവില്ലാത്തതാണ്, പരിമിതിയില്ലാത്തതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ രണ്ടാമത്, നിങ്ങൾ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതിൽ മൂന്നാമത്, അള്ളാഹു കഴിഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ
മൂന്നാമത്തേത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണ്, നിങ്ങളുമായി കുടുംബ ബന്ധമുള്ള ആളുകളാണ്. നാലാമത്തേത് വലിയ യതാമ, അനാഥകളാണ്, നാഥനില്ലാത്തവരാണ്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് 365 ദിവസവും ജീവിക്കണം. വല്ലപ്പോഴും ഒരു അനാഥയെ കാണുമ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അനാഥക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ ഞാനെന്തോ കനപ്പെട്ടത് ചെയ്തു എന്ന് തോന്നുന്ന നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ആ അനാഥയുടെ മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. 365 ദിവസവും ജീവിക്കാനുള്ളവനാണ്. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്നതല്ല. നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതേ ആവശ്യങ്ങളൊക്കെയും അവർക്കുമുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ എന്റെ വാപ്പ എനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് വിളിച്ചു പറയാൻ വാപ്പ മുന്നിലില്ലാത്ത കുറെ മക്കളുണ്ട്. ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് വിളിച്ചു പറയാൻ കഴിയാത്ത ചില അനാഥരായ കുടുംബങ്ങളുണ്ട്. ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഒരിക്കലൊരു പെരുന്നാളിന് മുൻപ് 3 അനാഥ കുട്ടികളുള്ള ഒരു കുടുംബത്തിലേക്ക് ചെന്ന് ഒരു കിറ്റ് കൊടുക്കാൻ പോയതാണ്. പക്ഷെ സന്ദർഭവശാൽ അവരോട് വിശേഷം ചോദിച്ചപ്പോ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല. എന്താ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അള്ളാഹു കൊടുത്തയച്ചതുമായിട്ട് ആരെങ്കിലും വരും, ഞങ്ങളത് കാത്തിരിക്കാം. അള്ളാഹു കൊടുത്തയച്ചതുമായിട്ട് ആരെങ്കിലും വരും, ഞങ്ങളത് കാത്തിരിക്കുന്നു. ആരുടെ കയ്യിലാണ് അള്ളാഹു കൊടുത്തത്? ആരുടെ കയ്യിലാണ് അള്ളാഹു ഏൽപ്പിച്ചു തന്നത്? ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ കയ്യിലാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, അനാഥകളെ നിങ്ങൾ പരിഗണിക്കണം. വൽ മസാക്കീൻ, അഗതികൾ, ജീവിക്കാൻ ഗതിയില്ലാതായി പോയ ആളുകളുണ്ട്. യാതൊരു വരുമാന മാർഗങ്ങളും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ള വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞു പോയത്. ഒരൊറ്റ കുടുംബനാഥന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാവും. ആ കുടുംബനാഥനെങ്ങാനും ആശുപത്രിയിലായാൽ, ഒരസുഖം വന്നാൽ എല്ലാ വരുമാന സ്രോതസ്സുകളും നിലച്ച് ഒരു വലിയ വട്ടപൂജ്യത്തിലേക്ക്, ബിഗ് സീറോ എന്ന് പറയുന്ന ഒരു വലിയ വട്ടപൂജ്യത്തിലേക്ക്, നിസ്സംഗതയിലേക്ക് മാറിപ്പോകുന്ന കുടുംബങ്ങളുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നോ, ഇതെല്ലാം ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമ്മുടെ പള്ളിയിൽ ഒരു സക്കാത്ത് കമ്മിറ്റിയുണ്ട്. ആ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വർഷവും വലിയ സംഖ്യ സക്കാത്തായി സ്വീകരിച്ച്, സക്കാത്തും സദക്കയുമായി സ്വീകരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. സക്കാത്ത് കമ്മിറ്റിയിലേക്ക് ഓരോ കമ്മിറ്റി കൂടിച്ചേരുമ്പോഴും ഒരുപാട് അപേക്ഷകളുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷ വെച്ചവരുണ്ടാകും. കുട്ടികളെ പഠിപ്പിക്കാൻ ചില മാതാപിതാക്കൾ അപേക്ഷ വെക്കും. മക്കൾ നന്നായി പഠിക്കുന്ന മക്കളാണ്, നല്ല റിസൾട്ട് ഉണ്ട്, പഠിക്കാൻ ചേർക്കണമെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ 2 കച്ചവടങ്ങളാണല്ലോ വിദ്യാഭ്യാസവും ആതുരാലയവും എന്ന് പറയുന്നത്. അതിന്റെ 2ന്റെയും അപേക്ഷകൾ വരും. ചികിത്സക്ക് വേണ്ടി, മരുന്നിന് വേണ്ടി, ഓപ്പറേഷന് വേണ്ടി. കടം കയറിപ്പോയത്, ആശുപത്രിയിൽ കയറിപ്പോയി കടം കയറിപ്പോയത്, അങ്ങനെ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മിസ്കീനാണ്. കാരണം ഒരു ഗതിയുമില്ല, എല്ലാ ഗതിയും കെട്ടുപോയിരിക്കുന്നു, എല്ലാ മാർഗങ്ങളും അടഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങൾ 2 ആഴ്ച മുൻപ് സക്കാത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഒരുപാട് അപേക്ഷകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ അപേക്ഷകൾക്ക് വേണ്ടി പൈസ പാസ്സാക്കണമെങ്കിൽ, പാസ്സാക്കിയാൽ എല്ലാ മാസവും വർഷങ്ങളായി നാം മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മരുന്ന് കാത്തിരിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കിറ്റ് കാത്തിരിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് അടുത്ത റമദാൻ വരെ കൊടുക്കാനുള്ള, മരുന്നിനും ഭക്ഷണത്തിനും കൊടുക്കാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. മറ്റൊരു അപേക്ഷ നമ്മൾ സ്വീകരിച്ചാൽ ആ കുടുംബങ്ങളുടെ കാത്തിരിപ്പ് വൃഥാവിലായി പോകും. ഞാനെന്ന് സക്കാത്ത് കമ്മിറ്റിയിലെ എന്റെ അംഗങ്ങളോട് ഞാൻ പറഞ്ഞത്, പള്ളിയിൽ ഞാൻ പറയാം, പള്ളിയിൽ വരുന്ന മനുഷ്യരോട് ഞാൻ പറയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയൊക്കെയോ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് എന്നും എത്രയാണ് ഏൽപ്പിച്ചതെന്നും ഒരറിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചില സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ചില ആളുകൾ വേണമെന്ന് ആകാശത്തിൽ നിന്ന് നോക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തു. അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി വിനിയോഗിക്കാവുന്ന മാർഗങ്ങളും അള്ളാഹു നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട് പലപ്പോഴും പലതും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പലതും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയയച്ച് നൽകിയ ആളുകളാണ്. നമ്മുടെ സക്കാത്ത് കമ്മിറ്റിക്ക് വേണ്ടി എന്റെ മുന്നിലിരിക്കുന്നവരിൽ സാധ്യമാകുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കണം. ചില കുടുംബങ്ങളുടെ ഭക്ഷണം 1000 രൂപ ഏറ്റാൽ 2 പേര് കൂടി ഒരു കുടുംബത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും. 2000 രൂപ ഉണ്ടെങ്കിൽ, 2000-ഉം 3000-ഉം രൂപയുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 വട്ടമൊക്കെ ഡയാലിസിസിന് വേണ്ടി വണ്ടി കാത്തു നിന്ന് ഡയാലിസിസ് മെഷീന്റെ അടുത്ത് പോയി ഇങ്ങനെ കിടക്കുമ്പോ ശരീരത്തിലൂടെ ഇങ്ങനെ കയറി മരുന്നിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കും, പടച്ചവനെ, ഞാൻ മറ്റന്നാൾ വീണ്ടും വരണം. ആരുടെ അടുത്തുനിന്നാ എനിക്ക് വണ്ടിക്കാശ് കിട്ടുക? ആരുടെ അടുത്തുനിന്നാ എനിക്ക് മരുന്ന് വാങ്ങാൻ പൈസ കിട്ടുക? ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ ഡോക്ടർ എഴുതി കൊടുത്ത കുറിപ്പടിയുമായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കും. ഇത് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇതിന്റെ പണം കൊടുക്കാൻ എന്റെ കയ്യിൽ എവിടെ? ആര് തരും? അങ്ങനെ പ്രതീക്ഷയുമായിട്ട് ഓടി വരുന്ന കുറെ മനുഷ്യരുണ്ട്. നമുക്കവരെ നിരാശരാക്കാൻ കഴിയില്ല. കാരണം അൽ ഖൽഖു ഇയാലുല്ലാഹ്, അവർ ഓടി വന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ്. അവർ ഓടി വന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ്. അള്ളാഹുവിന്റെ ഭവനം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മുമ്പിലേക്കാണ്. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനും അതിന് പരിഹാരം കാണാനും പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ അനാഥകളുണ്ട്, അഗതികളുണ്ട്. വൽജാരിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത അയൽവാസികൾ, ബന്ധമുള്ള അയൽവാസികളുണ്ട്. ബന്ധമില്ലാത്ത അയൽവാസി, വൽജാരിൽ ജുനുബ്, ബന്ധമില്ലാത്ത അയൽവാസികളുണ്ട്. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ, സാഹിബു ബിൽ ജംബ്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. വബിനി സബീൽ, തെരുവിൽ ആധാരമായി പോയ, വഴിയാധാരമായി പോയ, കിടക്കാൻ കിടപ്പാടമില്ലാത്ത, എല്ലാം കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, ഇവരുടെ ഒക്കെ ജീവിതത്തിന്റെ മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു തുരുത്തായ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? അത് കഴിയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന, നമ്മുടെ ഉത്തരവാദിത്തമായി അല്ലാഹു പഠിപ്പിച്ചു തന്ന ചില വസ്തുതകളെ നാം ഏറ്റെടുത്തേ മതിയാവും. ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും. നമ്മൾ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ ഒരു കളക്ഷൻ നടത്തും. ഏറെ കവിഞ്ഞാൽ 15000 രൂപ ഒരു ശരാശരി നമുക്ക് പിരിവ് കിട്ടും. ഏറെ കവിഞ്ഞാൽ 15000 രൂപയാണ്. കഴിഞ്ഞ ദിവസം പള്ളി കമ്മിറ്റിയും കൂടിയിരുന്നു. അപ്പോൾ അതിന്റെയും വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ഒരു മാസം നടന്നു പോകണമെങ്കിൽ കറണ്ട് ബില്ല് ഉൾപ്പെടെ 95,000 രൂപ ചെലവ് വരുന്നുണ്ട് പള്ളി നടത്തിക്കൊണ്ടാണ്. അള്ളാഹുടെ വീട് നടത്തിക്കൊണ്ടാണ്. ആരാ നടത്തേണ്ടത്? നമ്മളാണല്ലോ. നമ്മളാണ് നടത്തേണ്ടത്. നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള കുറെ കച്ചവടക്കാർ, നല്ല കുറെ കച്ചവടക്കാര് എല്ലാ മാസവും ചെറിയ ചെറിയ സംഖ്യ മാസവരിയായിട്ട് തരും. അത്ര വലുതൊന്നും തരുന്ന ആളുകളല്ല, ചെറിയ ചെറിയ സംഖ്യ തരും. പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, അങ്ങനെയും ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ ചെലവും വരവും തമ്മിൽ ഇപ്പോഴും വലിയ അന്തരമുണ്ട്. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുടുംബമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത് എന്ന ഒരൊറ്റ വർത്തമാനമാണ് അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. കൊടുക്കാൻ മനസ്സുള്ള ചില മനുഷ്യരുണ്ടാകും, വേറെ ചില മനുഷ്യരുണ്ടാകും പിശുക്ക് കാണിക്കുന്നവർ. ഈ പിശുക്ക് കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തേത് അള്ളാഹുവിനെ പറഞ്ഞതിന് ശേഷം 9 വിഭാഗത്തെ ഇങ്ങനെ എണ്ണി പറഞ്ഞു. അനാഥകൾ, അഗതികൾ, നിങ്ങളുടെ കുടുംബം,
മാതാപിതാ ഒക്കെ എണ്ണി പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവരെ ആരെയും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, വഞ്ചന കാണിച്ച് അഹങ്കാരിയായി മുന്നോട്ട് പോകുന്ന, എന്റേതാണല്ലോ ഞാൻ എന്തിനു കൊടുക്കണം, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലാഹ് കൊടുക്കൂല അവർക്ക് എന്ന് ചിന്തിച്ചു പോകുന്ന അഹങ്കാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമല്ല. എന്ന് മാത്രമല്ല, സ്വന്തമായി ചിലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുകയും അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, സ്വന്തമായി പിശുക്ക് കാണിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് എന്തിനാ കൊടുക്കുന്നത്, എന്തിനാണ് ചെലവഴിക്കുന്നത്, എന്തിനാ അത്രയും കൊടുത്തത്, ഇത്രയും കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ടാകും. പിശുക്ക് കാണിക്കുകയും പിശുക്കാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു നൽകിയ ഔദാര്യങ്ങളെ മറച്ചുവെച്ച ഈ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി വഅഅ്തദ്നാലിൽ കാഫിരീന അദാബൻ മുഹീന, നിന്ദ്യമായ ശിക്ഷയാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു നൽകിയതാണല്ലോ കയ്യിലുള്ളത്, അതല്ലേ അല്ലാഹു അടിക്കടി ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് കൊടുക്കുന്നു പറയുന്നത്. അംഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുമെന്നാണ് അള്ളാഹുവിന്റെ വർത്തമാനം. നിങ്ങളുടേതിൽ നിന്ന് കൊടുക്കുക എന്ന് എവിടെയും പറയുന്നില്ല, നിങ്ങളുടേതിൽ നിന്ന് കൊടുക്കാനില്ല. അല്ലാഹ് തന്നതേ കയ്യിലുള്ളത് മുഴുവൻ. ആ റബ്ബ് നമ്മളോട് പറയുന്നു, നിങ്ങൾ ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങൾ ഒരു നദിയാണെങ്കിൽ ആ നദിയിൽ നിന്ന് ഒഴുകുന്ന കൈവഴികൾക്ക് പോകാൻ ഒരു ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാണിച്ചു തരികയാണ്. നിങ്ങൾ ചിലവഴിക്കേണ്ടത് ഇന്ന ഇന്ന മാർഗങ്ങളിലൊക്കെയാണ്, നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ബാക്കിയായി ലഭിക്കാൻ മാത്രം അതേ ഉണ്ടാകൂ എന്നതാണ് അതിന്റെ വസ്തുത. നാം തിന്നതും നാം കുടിച്ചതും നാം ധരിച്ചതും ഒക്കെ പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരാം. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ അധികരിപ്പിച്ചു തരും? നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാൻ ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. നിങ്ങൾക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങളിലും നിങ്ങളുടെ കുടുംബാദികളിലും സംഭവിച്ചേക്കാവുന്ന അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ചിലപ്പോൾ സാമ്പത്തികമല്ല മാനസികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതിന്റെ പിൻബലത്തിൽ അള്ളാഹു ചില തുറവികൾ, ചില മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിച്ചു തരും. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ കരുതിവെപ്പാണ്. ചിലപ്പോൾ മുൻപും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില മനുഷ്യരെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെ സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധ ഖുർആന്റെ പാഠഭാഗമുണ്ടല്ലോ. മക്കയിൽ നിന്ന് ധനാഢ്യനായ സുഹൈബ്, ഒരുപാട് ആവർത്തി കേട്ട് പരിചയമുള്ള ചരിത്രമാണ്, പക്ഷേ പ്രസക്തമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകാൻ ഇറങ്ങി തിരിച്ചപ്പോ ഖുറൈശികൾ തടഞ്ഞു വെച്ച് എല്ലാം പിടിച്ചു വെച്ച ഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത്തറക്തുലക്കും മാലി അത്തുഹല്ലൂന സബീലി, സമ്പത്താണോ നിങ്ങളുടെ പ്രശ്നം? ഞാനിത് വിട്ടാൽ എന്റെ മാർഗത്തിൽ പോകാൻ നിങ്ങൾ അനുവദിച്ചേക്കുമോ എന്നാണ്. ഞങ്ങളയക്കാം. ഖുറൈശികൾ അദ്ദേഹത്തെ വിട്ടയച്ചു, സമ്പത്ത് മുഴുവനും കൊടുത്തു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 435 കിലോമീറ്റർ കാൽനടയായി മരുഭൂമിയിലൂടെ പൊടിപുരണ്ട് നടന്നു ചെല്ലുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കുബാപ്പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ കയ്യുയർത്തി സ്വാഗതം ചെയ്യണം. റബിഹൽ ബൈഅ യാ സുഹൈബ്, റബിഹൽ ബൈഅ. സുഹൈബേ, വല്ലാത്ത ലാഭകരമായ കച്ചവടം ചെയ്തിട്ടാണ് നീ വന്നത്. ഏത് കച്ചവടം? ഓടി വന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ വാരി പുണർന്നിട്ട് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ സബഖനി അഹദുൻ ഇലൈക ഇല്ലാ അഖ്ബറക ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂലെ, എനിക്കറിയാം, എനിക്ക് മുമ്പ് എന്നെ മക്കയിൽ തടഞ്ഞു വെച്ച വിവരമറിയുന്ന ഒരു കുഞ്ഞു പോലും താങ്കളുടെ അടുത്ത് വന്നിട്ടില്ല. ഇല്ല അഖ്ബറക ജിബ്രീൽ, ജിബ്രീലാണ് ഇത് താങ്കളെ അറിയിച്ചത്. അതേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
7 ആകാശങ്ങൾക്കപ്പുറത്ത് അർശിന്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ഈരടികൾ വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എങ്ങനെയാണ് അവര് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എല്ലാം വിറ്റുകളഞ്ഞിരിക്കുന്നു. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അമർലാത്തില്ല. അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടുന്നു, അള്ളാഹുവിന്റെ മാലാഖമാർ അത്ഭുതപ്പെടുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ വലുത് തന്നെയല്ല. നമ്മുടെ സാധ്യതകളിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളറിയാത്ത ഏതോ മനുഷ്യന് വേണ്ടി, നമ്മുടെ ഉമ്മാക്ക് മരുന്ന് മേടിക്കാനല്ല, നമ്മുടെ പെങ്ങൾക്ക് ചികിത്സക്കല്ല, നമ്മുടെ സഹോദരന് ഡയാലിസിസ് ചെയ്യാനല്ല, ഞാനറിയാത്ത ഏതോ മനുഷ്യന്റെ ഡയാലിസിസ് ടേബിളിൽ കിടന്നുള്ള വിങ്ങിപ്പൊട്ടലിന് എന്റെ ഒരു 1000 രൂപ ചെല്ലുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വിങ്ങിപ്പൊട്ടലിന്റെ സമയത്തുണ്ടാകുന്ന പ്രാർത്ഥന നമ്മളെ കാത്തുരക്ഷിക്കും. ആ മനുഷ്യന്റെ നെഞ്ചകങ്ങളിൽ നിന്നുയരുന്ന അള്ളാഹുവിനോടുള്ള തേട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളൊന്ന് കാര്യമായി പരിഗണിക്കണം. നമ്മുടെ സക്കാത്ത് കമ്മിറ്റിയെ പരിഗണിക്കണമെന്നല്ല, സക്കാത്ത് കമ്മിറ്റിയിലേക്ക് അപേക്ഷകളുമായിട്ട് വരുന്ന മനുഷ്യരെ പരിഗണിക്കണം. നിവൃത്തികേട് കൊണ്ടാണ്. ഞാൻ മിമ്പറിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു 501 രൂപയുമായിട്ട് ഒരു കവറിലിട്ടൊരു സ്ത്രീ, ആരെയെന്ന് എനിക്കറിയില്ല, കൊടുത്തയച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കമ്മിറ്റി അംഗങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു കേൾപ്പിച്ചു. 31 വർഷമായി വാടകയ്ക്ക് കിടക്കുന്നു. 2 പെൺമക്കൾ. ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു, രണ്ടാമത്തെ മകൾക്ക് 28 വയസ്സ് പ്രായം, വിവാഹം കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കണം. സ്വന്തമായി വീടുണ്ടായതിനു ശേഷം വിവാഹം കഴിക്കണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. ഒരു ഉമ്മ ഒരു കുറിപ്പെഴുതിയിട്ട് 501 രൂപ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കണമെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിലെ വിങ്ങിപ്പൊട്ടലുകൾ എത്ര കാലങ്ങളുള്ളതായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പടച്ചറപ്പ് ആ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മറ്റൊരു വലിയ സന്തോഷകരമായ വാർത്ത പറയാൻ കൂടിയാണ് ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. നമ്മുടെ പള്ളിയിലെ സക്കാത്ത് കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. മനുഷ്യരാണല്ലോ, വീഴ്ചകളൊക്കെ ഉണ്ടാകും. പ്രാർത്ഥിക്കാറുണ്ട്, വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ 62 സെന്റ് സ്ഥലം നമുക്ക് വേണ്ടിയിട്ട് നൽകി. അവിടെ സ്വന്തമായി കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത കുടുംബങ്ങൾക്ക് 20 കുടുംബങ്ങൾക്ക് നമ്മൾ വീട് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അതിന്റെ തറക്കല്ലിടുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയും. മാറമ്പള്ളി ഭാഗത്താണ് സ്ഥലമുള്ളത്. 20 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സംഖ്യ, ഏതാണ്ട് 2.5 കോടി രൂപയോളം ചെലവഴിച്ച് സ്വന്തമായി കയറിക്കിടക്കാൻ വാടകയില്ലാതെ കയറിക്കിടക്കാൻ കഴിയുന്ന ഒരു 20 കുടുംബങ്ങൾക്ക് തണലായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കമ്മിറ്റിയെയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ചില ആളുകളെയും അല്ലാഹു തിരഞ്ഞെടുത്തു. ഞാൻ ആ വലിയ സന്തോഷം ഈ മിമ്പറിൽ നിന്നുകൊണ്ട്, പള്ളിയുടെ ഒരു സംഗതി ഈ മിമ്പറിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റെവിടെ നിന്നുകൊണ്ടാണ് ഇത് പറയാൻ ഏറ്റവും യോഗ്യത? ഈ മിമ്പറിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റെവിടെ നിന്നുകൊണ്ടാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെച്ചത് ആദ്യാവസാനം ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, എന്നത്തേക്കും വേണ്ടി നമ്മുടെ മനസ്സിലുണ്ടാകണം. പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും ഹലാലായ മുഴുവൻ പ്രാർത്ഥനകളും കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ ഇത്തരം മാർഗങ്ങളിൽ ഇറങ്ങിത്തിരിക്കുകയും ചിലവഴിക്കുകയും ചെയ്യുന്നത്, അതൊക്കെയും പടച്ചറപ്പ് സ്വീകരിക്കുമാറാകട്ടെ.